ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഖുർആൻ എന്ന ഗ്രന്ഥം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളാണ്. എന്നാൽ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യ ചരിത്രം അടയാളപ്പെടുത്തിയ ഒരു രേഖയാണ്. നമ്മൾ ഇന്ന് ഖുർആനെ പരിശോധിക്കുന്നത് വെറും തീയതികളിലൂടെ മാത്രമല്ല, മറിച്ച് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള സംവാദങ്ങളിലൂടെ കൂടിയാണ്. AD 610 ഹിറാ ഗുഹയിൽ വെച്ചാണ് മുഹമ്മദ് നബിക്ക് ആദ്യ വെളിപാട് ലഭിക്കുന്നത്. പിന്നീടുള്ള 23 വർഷങ്ങൾ കൊണ്ടാണ് ഖുർആൻ പൂർണ്ണമാകുന്നത്. ശ്രദ്ധേയമായ കാര്യം, അന്ന് ഖുർആൻ എന്നത് ഇന്നത്തെ പോലെ ഒരു പുസ്തകമായിരുന്നില്ല. അത് മുഹമ്മദ് നബി അനുയായികൾക്ക് പറഞ്ഞുകൊടുത്ത വചനങ്ങളായിരുന്നു. നബിയുടെ അനുയായികൾ ആ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു. കിട്ടാവുന്ന ഈന്തപ്പനയോലകളിലും കല്ലുകളിലും അവ കുറിച്ചു വെച്ചു. പക്ഷേ ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. ഖുർആനിലെ പല വചനങ്ങളും നബിയുടെ വ്യക്തിജീവിതത്തിലെ തർക്കങ്ങൾക്കും സാഹചര്യങ്ങൾക്കും മറുപടിയായി വന്നതാണല്ലോ. ഇത് ദൈവത്തിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച വചനങ്ങളാണോ, അതോ അക്കാലത്തെ സാഹചര്യങ്ങളോട് ഒരു മനുഷ്യൻ നടത്തിയ പ്രതികരണങ്ങളാണോ? AD 632 പ്രവാചകൻ മുഹമ്മദ് നബി അന്തരിക്കുന്നു. ഇസ്ലാം ലോകം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ തുടക്കമായിരുന്നത്. തൊട്ടു പിന്നാലെ നടന്ന യമാമ യുദ്ധത്തിൽ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയ 70ഓളം ഹാഫിളുകൾ കൊല്ലപ്പെട്ടു. ഇതോടെ ഉമർ ഒരു കാര്യം തീരുമാനിച്ചു. ഖുർആൻ വാമൊഴിയായി മാത്രം സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന്. ആ ഓർമ്മകൾ മണ്ണടഞ്ഞാൽ ഖുർആനും ഇല്ലാതാം. അദ്ദേഹം 1-ാം ഖലീഫ അബൂബക്കറിനെ നിർബന്ധിച്ചു, നമ്മൾ ഖുർആൻ എഴുതി സൂക്ഷിക്കണം. ഒടുവിൽ അബൂബക്കർ ആ വലിയ ദൗത്യം ഒരു യുവാവിനെ ഏൽപ്പിച്ചു, സയ്യിദ് ബിൻ സാബിത്ത്. എന്തുകൊണ്ടായിരുന്നു സയ്യിദിനെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്? സയ്യിദ് ബിൻ സാബിത്ത് ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമുള്ള ഒരാളായിരുന്നു. എങ്കിലും ഈ ഒരു വലിയ ദൗത്യത്തിൽ സ്വന്തം ഓർമ്മയെ മാത്രം വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനായി അദ്ദേഹം കർക്കശമായ നിബന്ധനകൾ വെച്ചു. ഓരോ വചനത്തിനും 2 സാക്ഷികൾ വേണം. അത് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ തന്നെ എഴുതപ്പെട്ടതാണെന്ന് ഉറപ്പാക്കാൻ രേഖാമൂലമുള്ള തെളിവുകൾ വേണം. ഒടുവിൽ അത് മറ്റുള്ളവരുടെ ഓർമ്മകളുമായി ഒത്തുനോക്കണം. ഇത്രയേറെ സൂക്ഷ്മതയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വഴികൾ. എന്നാൽ ചരിത്രകാരന്മാർ ഇവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സയ്യിദ് ശേഖരിച്ച പതിപ്പിലില്ലാത്ത ചില വചനങ്ങളും സൂറത്തുകളും മറ്റു പ്രമുഖ അനുയായികളുടെ വ്യക്തികളെ ശേഖരങ്ങളിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഉദാഹരണത്തിന് ഇബ്നു മസ്ഊദിൻ്റെ ശേഖരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടായിരുന്നില്ല. അതൊരു ഖുർആൻ സൂറത്തിനപ്പുറം ഒരു പ്രാർത്ഥനയാണെന്നാണ് അദ്ദേഹം കരുതിയത്. സയ്യിദ് വചനങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് ചില വചനങ്ങൾ ഒരേ ഒരു വ്യക്തിയുടെ പക്കൽ മാത്രമാണ് രേഖാമൂലം ഉണ്ടായിരുന്നത്, അബൂ ഹുസൈമ എന്ന വ്യക്തിയുടെ പക്കൽ മാത്രം. ഇത് കാണിക്കുന്നത് ചിതറിക്കിടക്കുന്ന ആ രേഖകൾ ഒന്നിച്ചു ചേർക്കുന്നതിൽ സയ്യിദ് നേരിട്ട വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളെയാണ്. AD 650 ഇസ്ലാം ലോകം മുഴുവൻ വ്യാപിക്കുന്നു. പക്ഷേ സാമ്രാജ്യം വളർന്നതോടെ മറ്റൊരു വലിയ പ്രശ്നം ഉടലെടുത്തു. സിറിയയിലുള്ളവരും ഇറാഖിലുള്ളവരും ഖുർആൻ ഓതുന്നത് വ്യത്യസ്തമായ ശൈലിയിലായിരുന്നു. ആ ഉച്ചാരണ വ്യത്യാസങ്ങൾ വലിയ തർക്കങ്ങളായി മാറി. ഒരാൾ മറ്റൊരാളെ കാഫിർ എന്ന് പോലും വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇത് കണ്ട് പരിഭ്രാന്തനായ ഹുദൈഫൽ ഇബ്നു യമാൻ ഖലീഫ ഉസ്മാന്റെ അടുത്തെത്തി പറഞ്ഞു, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പോലെ ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നതിന് മുന്നേ അവരെ രക്ഷിക്കുക. ഉസ്മാൻ ഉടൻ തന്നെ നടപടിയെടുത്തു. അബൂബക്കർ തയ്യാറാക്കിയ ഹഫ്സ സൂക്ഷിച്ചിരുന്ന ആ ആദ്യ പതിപ്പ് അദ്ദേഹം വരുത്തി. സയ്യിദ് ബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചു. തർക്കമുണ്ടായാൽ പ്രവാചകന്റെ ഗോത്രമായ ഖുറൈശികളുടെ ശൈലിക്ക് മുൻഗണന നൽകാൻ അദ്ദേഹം ഉത്തരവിട്ടു. തുടർന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ നീക്കം നടക്കുന്നത്. ആ ഔദ്യോഗിക പതിപ്പിൻ്റെ പകർപ്പുകൾ പ്രധാന നഗരങ്ങളിലേക്ക് അയച്ച ശേഷം നിലവിലുള്ള മറ്റെല്ലാ വ്യക്തിഗത പതിപ്പുകളും കത്തിച്ചു കളയാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. മദീനയുടെ തെരുവുകളിൽ അന്ന് തീ പടരുകയായിരുന്നു. പുണ്യഗ്രന്ഥത്തിൻ്റെ പല പതിപ്പുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഇത് വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന് ഒരു വിഭാഗം കരുതുമ്പോൾ ചരിത്രത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കലായിരുന്നു ഇതെന്ന് മറ്റൊരു വിഭാഗം ഇന്നും ആരോപിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യകാല അറബി ലിപിയിൽ പുള്ളികളോ ചിഹ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് മനഃപ്പാടമുള്ളവർക്ക് ഒരു സൂചന മാത്രമായിരുന്നു. പിൽക്കാലത്താണ് വായന എളുപ്പമാക്കാൻ പുള്ളികൾ ചേർക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന ഖുർആൻ ഉസ്മാൻ തയ്യാറാക്കിയ ആ പതിപ്പിൻ്റെ നേരിട്ടുള്ള പകർപ്പാണ്. 1924 കെയ്റോയിൽ വെച്ച് അത് ആധുനിക രീതിയിൽ അച്ചടിച്ചു എന്നു മാത്രം. വർഷങ്ങൾക്കിപ്പുറം 972 യമനിലെ മണ്ണിൽ നിന്നും ആ പഴയ രഹസ്യങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. സൻഅയിലെ ഗ്രാൻഡ് മോസ്കിൻ്റെ സീലിംഗ് നന്നാക്കുന്നതിനിടയിലാണ് തൊഴിലാളികൾ ഒരു കടലാസ് ശ്മശാനം കണ്ടെത്തുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖുർആൻ ലിഖിതങ്ങളിലായിരുന്നു അത്. ശാസ്ത്രീയമായ പരിശോധനയിൽ അതിലൊരു പാളി കണ്ടെത്തി. അതായത് ഒരു പഴയ എഴുത്ത് മായ്ച്ചു കളഞ്ഞ് അതിനു മുകളിൽ വീണ്ടും ഖുർആൻ എഴുതിയിരിക്കുന്നു.
അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ആ പഴയ എഴുത്തുകൾ വായിച്ചെടുത്തപ്പോൾ ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ടു. ഇന്നത്തെ ഖുർആനിലെ വാക്കുകളിൽ നിന്നും സൂറത്തുകളുടെ ക്രമത്തിൽ നിന്നും വ്യത്യാസമുള്ള ചില വരികളായിരുന്നു അവ. ഉസ്മാൻ കത്തിച്ചു കളയാൻ ഉത്തരവിട്ട പഴയ രൂപങ്ങളിൽ ഒന്നാണോ ഇതെന്ന ചോദ്യം ഇന്നും ചരിത്രത്തിൽ ബാക്കിയുണ്ട്. ലോകത്തെവിടെ പോയാലും ഖുർആൻ ഒന്നാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വാക്കുകളുടെ ഉച്ചാരണത്തിലും ചിലയിടങ്ങളിൽ അക്ഷരങ്ങളിലും ചെറിയ മാറ്റങ്ങളോളമുള്ള 10ഓളം ഔദ്യോഗിക പാരായണ ശൈലികൾ അഥവാ ഖിറാഅത്തുകൾ നിലവിലുണ്ട്. ആദ്യകാലത്ത് പുള്ളികളില്ലാത്ത ലിപിയാണ് ഇതിന് പ്രധാന കാരണം. പുള്ളികളില്ലാത്ത കാലത്ത് തങ്ങൾ വായ്മൊഴിയായി കേട്ടു പഠിച്ചതിനനുസരിച്ച് പണ്ഡിതന്മാർ പുള്ളികൾ നൽകി. ഇന്ന് ലോകത്തെ 95% മുസ്ലിങ്ങളും ഇന്ത്യയിലും സൗദിയിലുമൊക്കെ കാണുന്ന ഹഫ്സ് പതിപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മൊറോക്കയും അൾജീരിയയും പോലുള്ള രാജ്യങ്ങളിൽ വർഷ് എന്ന ശൈലിയാണ് പിന്തുടരുന്നത്. ഇവ തമ്മിൽ വാക്കുകളിൽ നേരിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബിയുടെ വാക്കുകളിൽ നിന്ന് തുടങ്ങിയ ഈ പ്രയാണം 1400 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സയ്യിദ് ബിൻ സാബിത്തിൻ്റെ ശേഖരണവും ഉസ്മാൻ്റെ ഏകീകരണവും സൻഅയിലെ കണ്ടെത്തലുകളും എല്ലാം ഈ പുസ്തകത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. ചരിത്രകാരന്മാർ ഇത് കാലത്തിനനുസരിച്ച് പരിണമിച്ച ഒരു ഗ്രന്ഥമാണ്. വിശ്വാസികൾക്കാകട്ടെ ഇത് അക്ഷരം മാറാത്ത ദൈവവചനവും. ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കും ഇടയിലാണ് ഖുർആൻ്റെ യഥാർത്ഥ ചരിത്രം ഇന്നും നിലനിൽക്കുന്നത്.